പൊതുശുചിത്വത്തിന്റെ കാര്യത്തിൽ ശരാശരി മലയാളിയുടെ നിലവാരം ഇന്നും പരിതാപകരമായി തുടരുന്നു. സ്വന്തം വീടും പരിസരവും അടിച്ചുവാരി വൃത്തിയാക്കി ആ മാലിന്യം കവറിലാക്കി അടുത്തുള്ള തോട്ടിലോ ആളൊഴിഞ്ഞ പറമ്പിലോ പൊതുനിരത്തിലോ നിക്ഷേപിക്കുന്ന സാംസ്കാരിക വൈകല്യം തിരുത്താൻ ഇനിയും തയ്യാറാവാത്തതിന് ഉദാഹരണമാണ് പരിയാരത്തെ ഈ കാഴ്ച. റോഡരികിൽ അലക്ഷ്യമായി തള്ളിയ മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും പൊട്ടിയ ക്ലോസറ്റുകളും വാഷ് ബേസുകളും പ്ലാസ്റ്റിക്കുകളുമാണ്. പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് കവറുകൾ, ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റ് രാസമാലിന്യങ്ങളും, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ക്ലോസറ്റുകൾ തുടങ്ങി എല്ലാത്തരം മാലിന്യങ്ങളും ഇവിടെ ഒരു മര്യാദയും പാലിക്കാതെ കൊണ്ടുതള്ളിയിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവായതോടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും അധികാരികൾ മുൻപ് നാട്ടുകാർക്ക് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു ക്യാമറ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. അധികൃതരുടെ ഈ നിസ്സംഗത മാലിന്യ മാഫിയയ്ക്ക് മാലിന്യം തള്ളാനുള്ള ലൈസൻസ് നൽകുന്നതിന് തുല്യമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ഭാഗത്ത് മാലിന്യം തള്ളുന്നത് പതിവാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താനായില്ല. നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടും അതിനും പരിഹാരമായില്ല. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.